എല്ലാവർക്കും നമസ്കാരം. ഒരു വൈകുന്നേരമാണ്. ഞങ്ങൾക്കിടയിലെ സംവാദമോ ചർച്ചയോ അല്ല. വേദിയിലും സദസ്സിലുമുള്ള, അല്ലെങ്കിൽ സദസ്സിലെ നിങ്ങളും മൈത്രേയനുമായിട്ടുള്ളൊരു ചർച്ചയാണ്. അതിൻ്റെ ഒരു മോഡറേറ്റർ എന്ന സ്ഥാനം മാത്രമാണ് എനിക്കുള്ളത്. പക്ഷേ ആദ്യം ഒരു ചോദ്യം ചോദിച്ച് തുടങ്ങാം എന്നാണ് കരുതുന്നത്. സ്വാഭാവികമായി നിങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ. ആദ്യ ചോദ്യം, കഴിഞ്ഞ കുറച്ചധികം കാലമായി ഈ പറഞ്ഞ സംവാദവേദികളിൽ അല്ലെങ്കിൽ സ്വതന്ത്ര സെമിനാറുകളിൽ എല്ലാം എപ്പോഴും കാണപ്പെടുന്ന ഒരു മുഖം തന്നെയാണ് മൈത്രേയൻ്റേത്. പക്ഷേ മറ്റ് പ്രഭാഷകരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മറ്റ് പ്രഭാഷകരുടേത് എപ്പോഴും ഒരു സ്ലൈഡ് ഷോ ഉണ്ടാവും. ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന്മേലുള്ള പഠനം, അതിന്മേലുള്ള വിശദീകരണം, ഇതൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ മിക്കപ്പോഴും മൈത്രേയൻ സ്വീകരിച്ച് കാണാറുള്ളത് ഈ ആളുകളുമായി സംസാരിക്കാം അല്ലെങ്കിൽ അവരുമായി ഇൻട്രാക്ട് ചെയ്യാം എന്നൊരു തീരുമാനമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? അത് ഏകപക്ഷീയമായി പോകും എന്നുള്ളത് കൊണ്ടാണോ പലപ്പോഴും? ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലവാരത്തിൽ ചെയ്ത് തുടങ്ങിയതൊരു സന്യാസ ജീവിതം നയിച്ചായിരുന്നു. അപ്പോൾ അന്ന് ഈ പ്രഭാഷണം എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രധാന സ്ഥലം. അതൊരു വൺ വേ ട്രാഫിക്കാണെന്ന് തിരിച്ചറിയുന്ന ഒരു സമയമുണ്ടായി. അതുകൊണ്ട് പ്രഭാഷണം ചെയ്യുന്ന ആൾ അയാൾക്ക് അറിയുന്ന കാര്യങ്ങൾ ആരോടൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തുടർച്ചയായിട്ട് രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് മാറുമ്പോഴും ആദ്യമല്ല ഞാൻ ഈ കാണുന്നുണ്ട്. ഇപ്പം ഈ ഇതുപോലെ ഉയർന്ന സ്റ്റേജിലിരുന്ന് ഈ ഇരിക്കുന്ന ആളുകൾക്ക് സ്പെഷ്യലായ അറിവുണ്ടെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഈ സ്റ്റേജ് പണ്ട് കാലത്തുണ്ടായതാണ്. കാരണം ഈ ഇങ്ങനെ കാണാനൊക്കെ എളുപ്പമല്ല. ഇന്നിപ്പോൾ നല്ല ലൈറ്റുണ്ട്, എല്ലാവർക്കും ഇവിടെ ഒന്നിച്ചിരിക്കാൻ പറ്റും, ഈ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. മാത്രമല്ല ഈ ലൗഡ് സ്പീക്കർ ഉണ്ട്. ഇന്ന് എല്ലാവർക്കും വേണമെങ്കിൽ ഓരോ ഇതൊക്കെ സ്പീക്കറൊക്കെ കൊടുക്കാം. അപ്പോൾ അന്നത്തെ ആ ലോകവേ ആവശ്യമില്ലാതായി. അപ്പോൾ അപ്പുറത്തിരിക്കുന്നവർ ഇവിടെ ഇരിക്കുന്നവരും അവരുടെ ഇടയിൽ നിന്ന് എണ്ണീറ്റ് വന്ന് ഇവിടെ ഇരിക്കുന്നവർ മാത്രമാണെന്നും പരസ്പരം സംസാരിക്കേണ്ട ആവശ്യമാണെന്നുള്ള എൻ്റെ തിരിച്ചറിവിനകത്തു നിന്നാണ് ഞാൻ ഈ വേദി കയറാതിരിക്കുന്നതാണ്. എനിക്ക് ഈ ഇരിപ്പ് ഇഷ്ടമല്ലാത്ത ആളാണ്. ഞാൻ സാധാരണഗതിയിൽ ഇറങ്ങി നടുക്കോട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ അകലം പണ്ട് കാലത്ത് ചെയ്തിരുന്നതാണ്. അത് ഒരു അധികാരത്തിൻ്റെ സ്ഥലമാണ്. അറിവുള്ളവർ മറ്റുള്ളവരുടെ മേളിൽ ആധിപത്യത്തോടെ പെരുമാറുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ വേദികളെല്ലാം. അങ്ങനല്ല നമ്മുടെ ജനാധിപത്യത്തിനകത്ത് പെരുമാറേണ്ടതെന്ന് അറിയുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു രീതി വേണ്ടാന്ന് അതൊരു 85 ആയപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറുന്നത് നിർത്തി. അതിനുശേഷവും ഞാൻ കുറച്ച് വേദികളുണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ മഹാന്മാരെന്ന് പറഞ്ഞ വിദ്വാന്മാരെയൊക്കെ കൊണ്ട് വല്ലതും ചെയ്യിക്കാമെന്നൊക്കെ വിചാരിച്ച് അവരെ ഇരുന്ന് ഞാൻ അതിനകത്ത് നന്ദി പറയാൻ പോലും കയറത്തില്ലായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ആ വേദികളുണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിനുശേഷം ആളുകളുടെ ഇടയിലിരുന്ന് പറയാനും പരസ്പരം സംസാരിക്കാനും പറ്റുന്നത് വഴിയാണ് യഥാർത്ഥത്തിൽ ആശയവിനിമയം എളുപ്പമാകുന്നതെന്നുള്ള എൻ്റെ തിരിച്ചറിവ് കൊണ്ടാണ് അത് ചെയ്യാത്തത്. അതൊരു ജനാധിപത്യ സംസ്കാരത്തിന് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ആവശ്യമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. പക്ഷേ എന്നെ ഈ യുക്തിവാദികൾ പരാജയപ്പെടുത്താറുണ്ട്. ഇതുപോലെ ഒരു കാര്യമില്ലാത്ത ഈ ഇതിനെ മണ്ടേ കയറ്റി ഇരുത്തുക എന്ന് പറയുന്നതും ചെയ്യുന്നുണ്ട്. ഞാനിത് പറഞ്ഞിട്ട് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ ഒരു വിമർശനം കൂടെ പറയുകയാണ്, ഈ 10-25 പേര് സംസാരിക്കുന്ന വേദി ക്ഷീണമാണ്. നമ്മളത് മനസ്സിലാക്കണം. നമ്മളെന്തുകൊണ്ടാണ് ഈ 40 മിനിറ്റ് ഈ സ്കൂളിലെല്ലാം പീരീഡ് വെച്ചത്? നമ്മുടെ അറ്റൻഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ച് നേരെ പറ്റൂ, നിറഞ്ഞു പോവും. ഈ IFFKയിൽ പോയിട്ട് സിനിമ കാണുന്ന പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സിനിമ കണ്ട ഒരു സിനിമയും തിരിച്ചറിയാതായിപ്പോവും, തല പുകഞ്ഞു പോവും. ഇപ്പം നിങ്ങൾ മുഴുവൻ പേരും പുകഞ്ഞായിരിക്കുന്നതെന്ന് എനിക്കൊരു സംശയമില്ലാത്ത ആളാണ്. അപ്പോൾ ഇങ്ങനെ ആകാതിരിക്കേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ രാവിലെ 1-2 പേര്, ഉച്ചയ്ക്ക് 1-2 പേര്. ആ ഉച്ചയ്ക്കെന്ന് പറഞ്ഞാൽ 3 മണി കഴിഞ്ഞിട്ട് ഉച്ച തിരിഞ്ഞ് ചെയ്യാവും. ഉച്ച തിരിഞ്ഞാൽ ഉടനെ ഉറക്കം നമുക്ക് വരും. ആ സമയത്തൊന്നും വെച്ചുവിടാം. അപ്പോൾ ഒരു 4 പേരൊക്കെ പരമാവധി ആകാം. വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ അറിയുന്നവർ, അവർ പക്ഷേ വളരെ വിശദമായി ഒരു വിഷയം പറയാം.
അവർക്കറിയുന്നൊരു വിഷയം അവർ വിശദമായി പറയുമ്പോൾ അവരുമായിട്ട് ഈ സദസ്സിലുള്ളവർ ഇൻട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കെല്ലാവർക്കും അത് മനസ്സിലാവും. ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടി നിങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഒരു 4 പേര് കൂടുതൽ ഒരു ദിവസം വേണ്ട. നമ്മൾ ഈ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ആൾക്കാർക്ക് ഇടം കൊടുക്കണമെന്നൊക്കെ എനിക്കറിയാം. അത് പല മീറ്റിങ്ങുകൾ വയ്ക്കുന്നതാണ് നല്ലത്. അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ തൊട്ട് ഇത്രയും നേരം കേട്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ എന്തു പറയുന്നു? ഒരു മര്യാദ ഇല്ലാത്തതുകൊണ്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. മര്യാദയില്ലാതായിപ്പോൾ പറയുന്നത് തന്നെ മര്യാദയില്ലാത്ത പ്രവൃത്തിയായിട്ട് മാറും. അതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. നമുക്ക് എന്ത് കാര്യമായാലും ശരി, ഏത് വിഷയമായാലും ഭക്ഷണം പോലെ തന്നെ മനസ്സിലാക്കണം. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊള്ളാവുന്നതാണെന്ന് വിചാരിച്ചിട്ടുണ്ട് കഴിക്കാനൊന്നും ഒക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിലെ മീറ്റിങ്ങുകൾ നിങ്ങൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ 4 പേര് കൂടുതൽ ഒരു ദിവസം ആകരുത്. അത് ഒരാൾ ഒരു വിഷയം പറഞ്ഞാൽ ആ വിഷയത്തിൻ്റെ മുകളിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് അത് കേൾക്കാൻ താല്പര്യമുള്ളവർ അവിടെ ഇരുന്നാൽ മതി. ഇത് നിർബന്ധമായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. വിറന്ന് തീർന്നിട്ട് വേണം മറ്റേ ആൾ വരുന്ന കേൾക്കാനായിട്ടിരിക്കുന്നവരായിട്ട് നമ്മൾ മാറിപ്പോയിട്ട് ഇരിക്കുന്ന ആളും എന്തിനാണ് ഞാൻ ഈ മിണ്ടുന്നതെന്ന് അറിഞ്ഞുകൂടാതെ മിണ്ടാൻ ബാധ്യത വരും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ യുക്തിവാദികളാണെന്നുണ്ടെങ്കിൽ യുക്തി ഉപയോഗിക്കണം, ശാസ്ത്രം പഠിക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ നിറഞ്ഞ കപ്പിനകത്ത് വീണ്ടും വീണ്ടും ഒഴിക്കരുതെന്നുള്ള അറിവെങ്കിലും വേണം. കുട്ടികളെല്ലാം പീഡനം അനുഭവിക്കുന്നതാണ് സ്കൂളുകളിൽ. നമ്മളെല്ലാം അനുഭവിച്ചിട്ടുള്ളതല്ലേ. പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ ഇത്രയും വളർന്നതിന് ശേഷവും അത് തന്നെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ നടുവിൽ അവിടെ ഇരിക്കുമായിരുന്നെങ്കിൽ എത്ര എളുപ്പം ഒന്നിച്ചു കൂടിയാനെന്നറിയാമോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഈ വൃത്തത്തിലിരിക്കണം എന്നൊക്കെ പറയുന്നത്, ഇത്രയും വലിയ മുറിയിൽ ഇത്രയും ആളൊന്നും ഒന്നിച്ചു കൂടേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ കൂടുന്നവർ ആവശ്യമുള്ളവർ കൂടിയാൽ മതി. ഇതൊക്കെ ഞാൻ ഈ ജീവിതം കൊണ്ട് പറയുന്നതാണ്, ചെയ്ത് പറയേണ്ടതാണ്. ഇതൊക്കെ പണ്ടത്തെ ലോകമാണ്. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് അധികാരവും ആധിപത്യവും ഉണ്ടാകുന്നത്. ഈ സ്റ്റേജിൽ ഇരിക്കാൻ വേണ്ടി ആളുകൾ തമ്മിൽ അടിക്കും, കടിപിടി കൂടും. ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. ഞാൻ അതിന് പറഞ്ഞില്ല, ഞാൻ ഒത്തിരി വേദി ഉണ്ടാക്കിയ ഒരാളാണ്. നന്ദി പറയാൻ പോലും കറിയിട്ടില്ല. അത് പറഞ്ഞാൽ ഒരാളെ കൂടെ കയറ്റാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അതൊക്കെ ആണ് ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞാൽ, പറയുന്ന ആളും മറ്റവരും തമ്മിൽ അന്യപ്പെടാതിരിക്കുക എന്ന് പറയുന്നതാണ് ആദ്യത്തത്. നിങ്ങൾ എന്നെ പോലെ ഇവിടെ ഇത്രയും നാൾ ജീവിച്ചിട്ടുള്ളവരല്ലേ, നിങ്ങൾക്ക് നല്ല വിവരമുള്ളവരാണ്. അപ്പോൾ ആ അറിവുള്ളവരായിരിക്കുന്നു എന്നുള്ളത് പരസ്പരം പറയുമ്പം മനസ്സിലാകാം. ചില ഏരിയയിലൊക്കെ വ്യത്യാസപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ഒരാൾക്ക് പറയാനുണ്ടാകും. അതാണ് ആകെ അതിനകത്ത് നടക്കുന്ന എക്സ്ചേഞ്ച്. അല്ലാതെ ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാൻ അറിയാമെന്നുള്ളതിന് വല്ല സംശയമുണ്ടോ? ആളുകളൊക്കെ അങ്ങനെ പറയും, എനിക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാന്നൊക്കെ പറയും. ജീവിച്ചിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന നമുക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് ജീവിക്കുന്നത്? അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലൊന്ന് മനസ്സിലാക്കിയാൽ, ധാരാളം അനുഭവമുള്ളവർ തന്നെയാണ് നമ്മളെല്ലാവരും. അത് പരസ്പരം പങ്കുവയ്ക്കുക എന്ന് പറയുന്നതാണ് വേണ്ടത്. അത് ഇത്രയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഇൻട്രാക്റ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ പരസ്പരം സംവദിക്കാൻ പറ്റുന്ന അന്തരീക്ഷത്തിനകത്ത് അത് ചെയ്യണം എന്ന് പറയാം. നമുക്ക് ചോദ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എഴുതിയോ അല്ലാതെ എഴുന്നേറ്റൊന്നോ ചോദിക്കാവുന്നതാണ്. സെയ്തലവയാണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ക്യാപിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ ജീവിക്കുന്ന പല രാജ്യങ്ങളിലും ഭാവി ജീവിതത്തെ വളരെ ഉത്കണ്ഠയോടുകൂടി അനുഭവിക്കുകയും അല്ലെങ്കിൽ ഉത്കണ്ഠയോടുകൂടി കാണുകയും സാഹചര്യത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും അത്രയും ഉത്കണ്ഠ കാണുന്നില്ല. എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അതായത് ഈ ക്യാപിറ്റലിസ്റ്റും വികസിതവുമായ സ്ഥലങ്ങളിൽ ഇത് ഈ ജേർണലിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ പറയുന്ന ഒരു വരിയാണ്. ഇത്രയും അമ്പലവും പള്ളിയുള്ള നാട്ടിൽ ഉത്കണ്ഠയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും?
വെറുതെ നമ്മൾ നോക്കിയാൽ മതി. സകല വീട്ടിനകത്തും നിലവിളിയോടെ രാവിലെ തുടങ്ങുന്ന പണിയാണ്. അത്രയധികം ഉത്കണ്ഠയും വിഷമവും ഇതെവിടെ പോയി പറയണമെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ ആശുപത്രി പോകത്തുള്ളൂ. നിങ്ങൾ രോഗചികിത്സ ഫലിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോരും. പക്ഷേ ഈ അമ്പലത്തിൽ നിന്നും പള്ളിയിൽ നിന്ന് നമ്മളെന്താ പോരാത്തത്? ഫലിച്ചിട്ടില്ല. അതുകൊണ്ടാ ഫലിച്ചിട്ടില്ല. പ്രാർത്ഥന ഫലിച്ചായിരുന്നെങ്കിൽ പോകുമോ? അതുകൊണ്ട് ഈ ഉത്കണ്ഠയില്ല എന്നൊക്കെ പറയുന്നത് ഈ ഏരിയ കാണാതെ പോകുന്നതുകൊണ്ടാണ്. എന്നാൽ ഈ ചോദ്യത്തിനകത്ത് ഒരു കാര്യം വ്യത്യാസമുണ്ട്. അത് വേറൊരു തരത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ കൃഷി കുടുംബമായിട്ട് കഴിയുമ്പോഴും ഈ അമ്പലവും പള്ളിയൊക്കെ ആയിട്ട് കഴിയുമ്പോൾ ആളുകളുടെ വിഷമങ്ങളൊക്കെ അതിന് ഒരു പാറയുടെ മുന്നേ പോയിരുന്നോ, ഒരു കല്ലിൻ്റെ മുമ്പിൽ പോയിരുന്നോ, അല്ലെങ്കിൽ നിസ്കരിച്ചെന്ന് പറഞ്ഞാലും ഒക്കെ ഇത് നിലവിളിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ അറിയുമ്പോഴും യഥാർത്ഥത്തിൽ തടവറയിലാണ് നമ്മൾ ജനിച്ച് ജീവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത മനുഷ്യരായതുകൊണ്ടാണ് ആ ലെവലിലെ ആ പ്രശ്നം അനുഭവിക്കുക. പക്ഷേ പുതിയ സമൂഹങ്ങളിനകത്ത് വ്യക്തികളായി തീർന്ന മനുഷ്യർക്ക് സാമൂഹികമായ സപ്പോർട്ട് സിസ്റ്റങ്ങൾ ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ അവർ വിഷമിക്കും. ഇവിടെ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആളുകളാണ് ഉള്ളത്. ഇപ്പോൾ കോഴിയെ അഴിച്ചു വിട്ടാൽ, കൂട്ടിൽ നിന്ന് അഴിച്ചു വിട്ടാൽ അപ്പോൾ വൈകുന്നേരം തിരിച്ചു വന്ന് ആ കൂട്ടിയിരിക്കും. ഇവിടുത്തെ നിങ്ങളിരിക്കുന്ന മുഴുവൻ പേരും വീട്ടിൽ പോയി കൂട്ടിയിരിക്കും. അഴിച്ചു വിട്ടാലൊന്നും പോകത്തില്ല. കാരണം ഭക്ഷണം അവിടെ ഉണ്ടെന്നറിയാം. അമ്മയുടെ അച്ഛനെ സ്വത്തില്ലേ അവിടെ, അതുകൊണ്ട് ഇങ്ങ് വരും. ഇതെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അസ്വതന്ത്രരാണെന്ന് പോലും അറിഞ്ഞുകൂടാത്തവരാണ് ഈ ഇരിക്കുന്ന സമൂഹത്തിലെ. ഞാനിന്ന് ഈ മുന്നേ ഇരിക്കുന്നവരെ പറ്റി തന്നെയാണ് പറയുന്നത് കേട്ടോ. അവിടെയൊക്കെ എങ്ങാണ്ട് വേറെ ആരണ്ട് ഇരിപ്പുണ്ടെന്നുള്ള വേറെ കാര്യത്തിലൊന്നുമല്ല. നമ്മളെല്ലാവരും കൂട്ടിനകത്തുള്ളവരാണ്. അത് കൂടാണെന്ന് അറിഞ്ഞുകൂടാ, അത് അടയ്ക്കപ്പെടുന്നതാണെന്നും സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുള്ളതല്ലെന്നും ഒന്നും അറിഞ്ഞുകൂടാത്തവരാണ്. അതൊക്കെ ഭയങ്കര കെട്ടുറപ്പാണെന്നാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കുടുംബം എന്ന് പറഞ്ഞാൽ നല്ല കെട്ടുറപ്പാണ്. ഭയങ്കര സമാധാനവും സന്തോഷവും വിളയാടി കളിയാടിയിരിക്കുന്നിടമാണ്. ആളുകൾ തമ്മിൽ വഴക്ക് പോലും ഇല്ലാത്ത വീടുകളായിരുന്നു ഒരു 50 വർഷം മുമ്പ്. എന്നാൽ അവിടെ ഒരാളെ കാണത്തുള്ളൂ, ബാക്കിയൊക്കെ അതിൻ്റെ വാല് മാത്രമായിരുന്നു. 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ കണിശമായിട്ടും അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അപ്പം അതിന് പുതിയതായി പഠിക്കേണ്ടി വരും. 2 പേര് തമ്മിൽ ഒന്നിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണ്. ഈ ഒരാൾ മാത്രം ഗൃഹനായകൻ നടത്തുന്ന വീടുകളിനകത്ത് സമാധാനം കണ്ട് അത് സമാധാനമാണെന്ന് വിചാരിക്കുന്നത് അസ്വാതന്ത്ര്യത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. അപ്പം ആ നിലവാരത്തിൽ ശ്വാസം മുട്ടലുകൾ മുഴുവനും പിന്നെ എന്തു ചെയ്യും? അമ്പലത്തിലും പള്ളിയിലും പോയി കരഞ്ഞു തീർക്കും. ഈ പള്ളിയിലും അമ്പലത്തിലും പോകുന്നത് സ്ത്രീകളാണ് 99%. കുറേ അതുപോലെ മേടിച്ച കുറേ പുരുഷന്മാരും പോകും. അല്ലാതെ വേറെ ആരും പോകത്തില്ല. പിന്നെ അവർ പോകുന്ന എപ്പോഴാണ്? ഈ പുരുഷന്മാർ പോകുന്ന അമ്പലത്തിലും പള്ളിയിലും പോകുന്ന എപ്പോഴാണ്? അത് ഭരിക്കാനൊക്കെ അവിടുത്തെ കമ്മിറ്റിക്കകത്ത് പോകാൻ, ഉത്സവം നടത്താൻ അവർ പോകും. കാശ് പിരിച്ച് അവിടെ പണ്ടാരപ്പെട്ടിയിലിട്ട കാശ് എടുക്കാനായിട്ട് അടിച്ചു മാറ്റാനായിട്ടും അവർ പോകും. അല്ലാതെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ സ്വാമിയായിരുന്ന ആളാണ്. എൻ്റെ മുന്നേ നിറച്ച് പെണ്ണുങ്ങളായിരിക്കും. കാര്യമുണ്ട്. ഒരു പുരുഷനോട് അടുത്തിരുന്ന് കാര്യം പറയാനായിട്ട് വേറെ ആരോടും ചോദിക്കാതെ വരാൻ പറ്റുന്ന ഏക സ്ഥലം ഇതാ. അല്ലാതെ നിങ്ങൾ പാർക്കിലും കാണാൻ പോയിട്ട് ഒരു പുരുഷൻ്റെ കൂടെ പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് ഈ പാവങ്ങൾ പോകാനായിട്ട് എവിടെ പോവുക? അമ്പലത്തിൽ പോവുക. എവിടെ പോവുക? പള്ളിയിൽ പോവുക എന്ന് പറഞ്ഞാൽ പോവുക. പുറത്തോട്ടിറങ്ങാൻ പറ്റും. പുറത്തോട്ടിറങ്ങാൻ കിട്ടുന്ന ഏക ലൈസൻസുള്ള സ്ഥലമാണ് ഇതൊക്കെ. ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്നതൊക്കെ. മറ്റേത്
സ്വതന്ത്രമായ വ്യക്തികൾ ഉണ്ടാകുന്ന സമയത്ത് കൂട്ടായ്മ ആവശ്യമാണ്. അതിപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യത്തിന് സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അവിടെ കൂട്ടായ്മ ഉണ്ടായിട്ടില്ല. അവിടെ വ്യക്തികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഒറ്റപ്പെട്ടവരുണ്ടായിട്ടുണ്ട്. ആ ഒറ്റപ്പെട്ടവരുടെ പ്രശ്നമാണ് ഈ പറയുന്നതിനകത്ത് അവർ ധ്വനിപ്പിക്കുന്ന സ്ഥലം. നമ്മൾ പക്ഷേ ഒറ്റപ്പെടാനായിട്ട് ഒരാൾ പോലും ആയിട്ടില്ലാത്തവരാണ്. ഒറ്റപ്പെടണമെന്നുണ്ടെങ്കിൽ തന്നെ വ്യക്തികളുണ്ടാകണം. വ്യക്തികളുണ്ടായിട്ടില്ലാത്ത സമൂഹങ്ങളാണിതെല്ലാം. അതേ സമയത്ത് നമുക്ക് വെറുതെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ നാട്ടിനകത്തൊക്കെ ആളുകൾ പരസ്പര സഹായമായിട്ട് നിൽക്കുന്ന ഗ്രൂപ്പ് രൂപപ്പെടുത്താൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ വെറുതെ നോക്കിയാൽ ലോകത്തെങ്ങും കാണത്തില്ല ഇവിടുത്തെ ഈ കുടുംബശ്രീ എന്ന് പറയുന്ന സാധനം. ലോകത്ത് കാണത്തില്ല. അതൊക്കെ അവർക്ക് വളരെ വലിയ സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ ദൈവതമ്പുരാൻ്റെ സാധനം കൊണ്ടല്ല, സാമൂഹികമായ ഇടപെടൽ കൊണ്ടുണ്ടായതാണ്. അപ്പോൾ ഒറ്റപ്പെട്ട വ്യക്തികൾ ഉണ്ടായ യൂറോപ്പ് പോലെയോ അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നപരിഹാരമല്ല നമ്മളിവിടെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടായ്മകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. അത് ഈ പറയുന്ന മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. മതത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളെ രണ്ട് തരത്തിലാക്കി മാറ്റും. അതിര് ഉണ്ടാക്കുക തന്നെ ചെയ്യും. അത് പഴയ കാലത്ത് രാജഭരണം നിന്നപ്പോൾ ആന്തരികമായി നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടായതാണ് മതം, വിശ്വാസങ്ങളല്ല കേട്ടോ. അത് വളരെ കൃത്യമായിട്ട് അറിയണം. നിങ്ങൾ വിചാരിക്കും വിശ്വാസമൊക്കെ മതം ഉണ്ടാക്കിയതാണ്. അല്ല. മനുഷ്യർക്ക് ലോകത്തിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുമ്പം ഉത്തരങ്ങളില്ലാതിരിക്കുന്നിടത്തെല്ലാം ആരെങ്കിലും എന്തെങ്കിലും ഒരു അഭ്യൂഹം പറയും. ആയിരക്കണക്കിന് അഭ്യൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ, അത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെ പ്രായമായ, ഇയാൾ പ്രായമായിട്ടില്ലേ, നമ്മൾ അഡൽട്ട് ആയിരിക്കുന്നവർ, രണ്ട് കുട്ടികൾ ഓടി വന്നിട്ട് 1000 കൊല്ലം മുമ്പ് നമ്മുടെ അടുത്ത് കുറേ ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിനൊന്നും ഒരു ഉത്തരവും ആ കാലത്ത് നമുക്ക് പറയാൻ കാണത്തില്ല. അപ്പോൾ നമുക്കറിയുന്ന, കാരണം നമ്മൾ ഈ കുട്ടിയെ വളർത്തേണ്ട ആളുകളാണ്, ഉത്തരവാദിത്വമുണ്ട്, പക്ഷെ നമുക്ക് വിവരവുമില്ല. ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയും നമുക്ക് വിവരമില്ലാതിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങളാണ് ഈ കഥകളായിട്ട് ഈ ലോകം മുഴുവനും ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ വിശ്വാസങ്ങളുടെ ലോകം മുഴുവൻ ഉണ്ടായത്. പക്ഷെ രാജഭരണം വന്ന സമയത്ത് ഈ വിശ്വാസങ്ങളെ കോർത്തിണക്കി ഒരു കോർമ്പലെ കോർക്കുന്നത് പോലെ ഒരു കൃത്യമായ ഒരു കഥയുണ്ടാക്കി അവതരിപ്പിച്ച് ആളുകളുടെ മനസ്സിനെ കവരുന്ന മെക്കാനിസം കൂടെ ചെയ്ത് നമസ്കരിക്കാനും നിസ്കരിക്കാനും പഠിപ്പിക്കുക എന്ന് പറയുന്നതും കൂടെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തിരിക്കുന്ന രീതികളിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിനെയാണ് ഹെറാർക്കിക്കൽ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. തട്ടായി സമൂഹത്തിനെ ഉണ്ടാക്കി. കാരണം ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു മനുഷ്യരുണ്ടായിരുന്നു, ഗോത്രം എന്നാണ് പറയുന്നത്. ആ സമയത്ത് നമ്മളെങ്ങനെയായിരുന്നു? ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് പറയും. ഭക്ഷണം തേടി ജീവിക്കുന്ന ജീവിയായിരുന്നു. കൃഷി കണ്ടുപിടിച്ചപ്പോഴാണ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നവരായി മാറിയത്. ആ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയം തൊട്ടാണ് നമ്മൾ ഒരിടത്ത് ജീവിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഒരു വിഭാഗം വേറൊരു വിഭാഗത്തിനെ പിടിച്ചു കൊണ്ടുവന്ന് അടിമകളാക്കി. ആ അടിമകളാക്കിയ ആളുകളാണ് രണ്ടാമതായത്. മൂന്നാമതൊരു കൂട്ടരെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അവരാണെങ്കിൽ മൂന്നാമത്തെ ഗ്രൂപ്പായി. നാലാമത്തെ ഗ്രൂപ്പിനെ പിടിച്ചു നാലാമത്തെ ഗ്രൂപ്പായി. കാരണം ഈ ഗ്രൂപ്പ് ചേരത്തില്ല. ആ ചേരാതിരിക്കുന്നവരെ ഒന്നിച്ചു നിർത്താൻ വേണ്ടി കണ്ടുപിടിച്ചതാണ് തട്ടായ സമൂഹം. ഈ തട്ടായ സമൂഹത്തിൻ്റെ ന്യായം പറയുന്നതാണ് മതം. മുകളിലൊരു ദൈവം ഇരിപ്പുണ്ട്, ദൈവമാണിതെല്ലാം ഉണ്ടാക്കിയത്. പക്ഷെ ഞാനാരാ? ദൈവത്തിൻ്റെ നേരിട്ടുള്ള പ്രതിനിധി, അവതാരം, പ്രവാചകൻ. ഇങ്ങനെയുള്ള ഓരോ വാക്കുകളിനകത്തൂടെ ലെജിറ്റിമേഷൻ മേടിച്ച് മറ്റുള്ളവരെ മുഴുവൻ തട്ടായിരിക്കുന്നതിൻ്റെ ടെക്നിക്ക് എന്താണ്? നിങ്ങൾക്കെല്ലാവർക്കും ഒരു വിഭാഗത്തിനകത്ത് നീ എൻ്റെ ആളാണെങ്കിൽ നിനക്ക് ഞാനൊരു പദവി തരും. അങ്ങനെ പദവികൾ രാജാക്കന്മാർ കൊടുത്താണ് ഈ നിയന്ത്രണം മുഴുവൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു പ്രദേശത്ത് നീ ഇന്ന ആളാണ്, ഒരു നക്ഷത്രം നിനക്ക് ഇവിടെ വെച്ച് തരാമെന്ന് പറയും, അതവിടെ വീഴും. മറ്റൊരുത്തനെ പറയും, അതിൻ്റെ മേളിലുള്ളവന് പറയും 2 നക്ഷത്രം തരുമെന്ന്.
3 ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ? ആ അർത്ഥം നമുക്ക് മാത്രമുള്ളതാണ്. ഈ നക്ഷത്രത്തിന് വേണ്ടി നമ്മൾ ചാകുന്നിടത്തെത്തും. അങ്ങനെയാണ് അഭിമാനവും പദവിക്കും വേണ്ടി നമ്മൾ ചാകുന്നവരായി മാറിയത്. ഇപ്പോൾ നമുക്കൊരു പാടുമില്ല, ആൾക്കാരെ അങ്ങനെ സംഘടിപ്പിക്കാൻ ഒരു പാടുമില്ല. ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയാൽ മതി, ഇങ്ങനെ കയ്യിൽ 1 വര 2 വര 3 വര, അത് കഴിഞ്ഞ് സ്റ്റാർ, ഇങ്ങനത്തെ സാധനങ്ങൾ. പട്ടാളത്തിലൊക്കെ നെഞ്ചത്തെ ഒരു 100 കഷ്ണങ്ങളൊക്കെ ഇട്ട്. നമുക്ക് ആർക്കെങ്കിലും അറിയാവോ ഈ ഇത്രയും സാധനത്തിൻ്റെ നിറത്തിൻ്റെ അർത്ഥം എന്തുവാന്ന്? നമുക്കറിഞ്ഞൊന്നും കൂടാ, പക്ഷെ അവർക്കറിയാം. അവർ ഗംഭീരൻ ആളുകളാണെന്ന് വിചാരിക്കാനൊക്കുന്ന ടെക്നിക്കാണിത്. ഇങ്ങനെയാണ് ഈ ആളുകളെ നിയന്ത്രിക്കുന്നത്. ഈ സ്ഥലത്താണ് നമ്മൾ ഈ ജനാധിപത്യ സംസ്കാരം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പദവി കിട്ടുമോ എന്നുള്ളത്. ഇതാ നമ്മൾ ഈ യുക്തിവാദികളുടെ ഇടയിൽ തമ്മിലടിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? മതം കൊണ്ടാണെന്നാണല്ലോ നിങ്ങളെല്ലാവരും പറയുന്നത്. ഇവിടുത്തെ യുക്തിവാദികളെല്ലാം പല കഷ്ണങ്ങളായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി. മതമില്ലല്ലോ, ജാതിയില്ലല്ലോ, പിന്നെന്താണ് ഈ ആളുകൾ ഒന്നിച്ച് നിൽക്കാത്തത്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും പല തട്ടിൽ തന്നെ ഇരിക്കുന്നവർ, പല ഗ്രൂപ്പിൽ തന്നെ ഇരിക്കുന്നവർ തന്നെയാണ്. നമുക്ക് ഈ പറയുന്ന നിലവാരത്തിൽ ഇപ്പോൾ കോഴിക്കോട്ടുകാരന് കൃത്യമായിട്ടറിയാം തിരുവനന്തപുരത്തുകാർ ശരിയല്ലെന്ന്. അത് യുക്തിവാദിയായാലൊന്നും പോകത്തില്ല. തെക്കനും വടക്കനും ആകും നമ്മൾ, അക്കരക്കാരും ഇക്കരക്കാരും ആകും. ഏത് ഗ്രൂപ്പ് നമ്മളുണ്ടാക്കിയാലും 5 കൊല്ലത്തിനകത്ത് അത് 2 ആവും. ഇതൊന്നും നമ്മുടെ ആരുടെയെങ്കിലും ഒരു ഈ മോശമായതുകൊണ്ടൊന്നും അല്ലതാണ്. ഗ്രൂപ്പായിട്ട് രൂപപ്പെടുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായ ഒരു ലക്ഷണമാണ് നമ്മുടെ. ഗ്രൂപ്പായിട്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഗവൺമെൻറ്റിനകത്ത് മുന്നണി ഉണ്ടായത്. ജനാധിപത്യത്തിൻ്റെ ലക്ഷണമാണ് മുന്നണി. ഐക്യപ്പെട്ട് നിൽക്കാൻ പറ്റും. പക്ഷെ എല്ലാവരും കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് ആരുടെയെങ്കിലും കുഴപ്പം കൊണ്ടോ ആളുകൾ മോശമായതുകൊണ്ടല്ല. നമ്മുടെ കാല് താഴെയാണെന്നും തല മേളിലാണെന്നും അറിയുന്ന പോലെ മനസ്സിലാക്കിയാൽ മതി. തേങ്ങ താഴോട്ടാണ് വീഴുന്നതെന്നൊക്കെ മനസ്സിലാകുന്ന പോലെ പഠിക്കേണ്ടതാണ്. മനുഷ്യൻ്റെ സ്വഭാവത്തിനെ പറ്റി നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നൊക്കെയുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാമെങ്കിൽ അതൊക്കെ വളരെ വിശദമായിട്ട് പറയേണ്ട ഏരിയകളുണ്ട്. എല്ലാം ഇവിടെ ഇപ്പോൾ പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാനതിനകത്തൊരു ഏരിയയാണ് ഈ പറയുന്നത്. നമ്മളിങ്ങനെ നമ്മളെ മനസ്സിലാക്കണം. മനുഷ്യരൊരു ഗോത്രം, ഒരു ഗ്രൂപ്പാണ്. ഒരു 50 പേര് തൊട്ടൊരു 100 പേര് വരെയൊക്കെ ഗ്രൂപ്പ് നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മുറിഞ്ഞ് നിൽക്കും. എല്ലാവരെയും കൂടെ ഒന്നിച്ചാക്കാനും ഒരുപോലെ ആക്കാനും ശ്രമിക്കും. യൂണിഫോമിറ്റി സാധ്യമല്ല, യൂണിറ്റി സാധ്യമാണ്. വളരെ കൃത്യമായിട്ട് നിങ്ങളറിയണം. നമ്മൾ എത്ര നാളായിട്ട് സ്കൂളിനകത്ത് യൂണിഫോം ഇട്ടിട്ടാണ്. ഈ യൂണിഫോം ഇട്ട ഒരാളെങ്കിലും യൂണിഫോം ഇട്ട് ഇവിടെ കാണാൻ ഇരിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഇരിക്കുന്നവർ മുഴുവൻ സ്കൂളിൽ പഠിച്ചവരല്ലേ? യൂണിഫോമൊക്കെ ഇട്ട് കറക്റ്റായിട്ട് പഠിച്ചതല്ലേ? എന്നിട്ട് എന്താ പിന്നെ ഇങ്ങനെ ഇത്രയും വ്യത്യസ്തരായിട്ടിരിക്കുന്നത്, തമ്മിൽ ചേരാതിരിക്കുന്നത്? സ്കൂളിൽ പോകാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കേരളത്തിലുണ്ടോ? എന്താ നമ്മൾ ഒരുപോലെ ആകാത്ത? യൂണിഫോം അത്യാവശ്യമാണെന്ന് ഭയങ്കരമായിട്ട് അറിയുന്നവരാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ നമ്മുടെ ചിന്തയെല്ലാം ഒരുപോലെ ആയി കാണുമല്ലോ. 10ാം ക്ലാസ് ആകുമ്പോഴത്തേന് എത്ര വർഷമാണ്? 10 വർഷം പഠിച്ചില്ലേ? എന്നിട്ടെന്താണ് ഒരുപോലെ ആകാത്തത്? അങ്ങനല്ല. അപ്പോഴാണ് ഇതൊക്കെ നമ്മൾ ഇതുപോലെ ഇനിയും അഴിച്ചു മനസ്സിലാക്കേണ്ട സ്ഥലങ്ങളാണ്. ഒരു കാലത്ത് മനുഷ്യർ വിചാരിച്ചിരുന്നത് എല്ലാവരെയും ഒരുപോലെ ആക്കാൻ പറ്റും എന്നാണ്. അങ്ങനെ ആകാനൊക്കത്തില്ല. വ്യത്യസ്തതകളിലേക്കാണ് പ്രപഞ്ചം, വ്യത്യസ്തതകളിലേക്കാണ് പോയത്. വ്യത്യസ്തതകളിൽ ഒറ്റ ജീവനാണ് ഈ കാണുന്നവരെല്ലാമായിട്ടിരിക്കുന്നത്. വ്യത്യസ്തമായ സാഹചര്യത്തിൽ വ്യത്യാസങ്ങളോടാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ണുപോലല്ല ചെവി, ചെവി പോലല്ല മൂക്ക്, ഇതൊക്കെ വ്യത്യാസമാണ്. പക്ഷെ നമ്മളാണെന്ന് പറയുമ്പോൾ നമുക്കിതെല്ലാം കൂടെ ചേർത്ത് മനസ്സിലാക്കാൻ ഒരു പാടുമില്ലല്ലോ. വ്യത്യാസങ്ങളോടെ തന്നെ ഒന്നായിട്ടിരിക്കാൻ പറ്റും. അതിനെയാണ് യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപോലെ ആക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നതെന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഏത് ഗ്രൂപ്പ് നമ്മൾ രൂപപ്പെടുത്തിയാലും അതിനൊരു അതിരുണ്ടാകുമെന്നും അതിന് കുറേ നാളിന് വരെ കഴിഞ്ഞാൽ അത് 2ആകുമെന്നും തിരിച്ചറിയണം. അതൊരു കുഴപ്പമായിട്ടൊന്നും മനസ്സിലാക്കണ്ട. കുട്ടികൾ വളർന്ന്
വീട് വിട്ടുപോകുമെന്ന് അറിയുന്നത് പോലെ അറിയണം. അതേ സമയത്ത് വ്യത്യസ്തതകളോടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പഞ്ചായത്തും വേറൊരു പഞ്ചായത്തും കൂടെ ചേർന്ന് നമുക്കൊരു ഡിസ്ട്രിക്റ്റ് ആയിട്ടിരിക്കാൻ, ജില്ലയാകാൻ നമുക്ക് പറ്റും. അത് ഒന്നൊന്നിൻ്റെ മുകളിലല്ല, വാർഡിൻ്റെ മുകളിലല്ല പഞ്ചായത്ത്, പഞ്ചായത്തിൻ്റെ മുകളിലല്ല താലൂക്ക്, താലൂക്കിൻ്റെ മുകളിലല്ല ജില്ല. വലിയ വലിയ സർക്കിളുകളാണ്, മാറ്റാനൊക്കത്തില്ല. വാർഡെല്ലാം എടുത്ത് മാറ്റിയാൽ ജില്ല കാണാതെ പോവും, അല്ലാതെ ജില്ല വേറെ ഇല്ല. ഭരണസൗകര്യത്തിന് വേണ്ടി നമ്മളുണ്ടാക്കുന്ന സംവിധാനം വൃത്തത്തിൽ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട്, മേല് കീഴാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് എന്നൊക്കെ നമ്മൾ. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ഒന്നും ഇല്ല. സംസ്ഥാനങ്ങൾ എടുത്തു മാറ്റിയിട്ട് എന്ത് കേന്ദ്രമാണ് ഉള്ളത്? നമ്മുടെ സങ്കല്പത്തിലാണ് അതുള്ളത്. അത് നമ്മുടെ മുകളിലുള്ള ആധിപത്യത്തിന്. അത് രാജാവാണ് നമ്മളെ പറ്റിച്ചത്. അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ കാണപ്പെട്ട ദൈവമാണ് രാജാവെന്ന് പഠിപ്പിച്ച് താഴോട്ടും മേപ്പോട്ടും മൂല്യബോധം നമ്മളിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തെരഞ്ഞെടുത്ത ആളുകളെ എന്തു ചെയ്യും? നമ്മളെ ഭരിക്കാനാണ് വിടുന്നത്. പ്രതിനിധിയാണ് അയാൾ. എന്തിനാണ് നമ്മളെ ഭരിക്കുന്നത്? നിങ്ങൾ ചന്തയെ പറഞ്ഞു വിട്ട ആള് നിങ്ങളെ ഭരിക്കാനാണോ? സാധനം മേടിച്ചുകൊണ്ട് വരാനാണ് വിട്ടത്. ജനാധിപത്യത്തിനകത്ത് ഭരണമില്ലെന്നെങ്കിലും അറിയണം, ക്രമീകരണമാണ്. ഇങ്ങനത്തെ ഇരിപ്പല്ല നമുക്ക് വേണ്ടത്. അവിടെ ഇരിക്കണം, ഒന്നിച്ചിരിക്കണം, വൃത്തത്തിലിരിക്കണം. മുറികളൊക്കെ തന്നെ അങ്ങനെ മാറണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിലനിൽക്കുന്ന ഈ ഓഫീസുകളിലെല്ലാം ജനാധിപത്യം പെരുമാറാൻ പറ്റുമെന്ന്? ഇവിടെ ഇരുന്ന് ജനാധിപത്യപരമായിട്ട് എനിക്ക് മിണ്ടാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പറ്റില്ല. കാരണം ഇത് അധികാരത്തിൻ്റെ സ്ഥലമാണ്. ഇത് അഴിക്കണം, പുതിയൊരു ഫോം ഉണ്ടാക്കണം. ഇതാണ് മനസ്സിലാക്കണം. ഫോം വേറെ ഉണ്ടാക്കണം. വൃത്തത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ സമാന്തരമായി പെരുമാറാൻ ബാധ്യത വരും. വീടുകളിനകത്ത് ആളുകൾ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നവരായി മാറേണ്ടത്. ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ വീട്ടിനകത്ത് അങ്ങനെ ഒരു ഡിസ്കഷൻ? പറയുന്നത് അനുസരിപ്പിക്കാനാണ് പഠിക്കുന്നത്. പറഞ്ഞാൽ അനുസരിക്കണം എന്നാണ് നമ്മളെ എന്നും പഠിപ്പിച്ചിട്ടുള്ളത്, എന്നും പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ പഠിപ്പിക്കുന്ന യുക്തിക്കകത്ത് ഒരിക്കലും ജനാധിപത്യപരമായിട്ടുള്ള സംസ്കാരമുള്ള മനുഷ്യരുണ്ടാകത്തില്ല. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക. ആ നിലവാരത്തിലുള്ള ഘടനാപരമായിട്ടുള്ള മാറ്റം നമുക്ക് വരുത്തേണ്ടതുണ്ട്. നമ്മുടെ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ വേണ്ടതാണ്. അടുക്കള മുന്നേ വരണം. അടുക്കള പുറകെ വെച്ചിരുന്ന എന്തിനാ? സ്ത്രീകളെ വേറെ പുരുഷന്മാർ കാണാതിരിക്കാനാണ്. മുന്നേ വരെ നീ അങ്ങ് അകത്ത് കയറിപ്പോന്ന് പറയുന്ന വരിയൊക്കെ കൊണ്ട് പറയത്തില്ലേ? ആണുങ്ങളിരിക്കുന്നിടത്ത് നീ എന്തിനാ വന്നതെന്ന് ചോദിക്കുന്ന ചോദ്യത്തുള്ളതിന് വേണ്ടി ഉണ്ടാക്കിയ പെരയാണുള്ളത്. ആ പെരയ്ക്കകത്ത് ജനാധിപത്യം സാധ്യമല്ല. ജോലി ചെയ്യാൻ വരുന്നവർ കയറി വരുന്ന വഴി വേറെ ഇടുന്നവരല്ലേ നിങ്ങളല്ല. വീട്ടിൽ ജോലിക്ക് വരുന്നവർ കയറി വരുന്ന വഴി ഫ്രണ്ട് വഴി കൂടെ അല്ല, പുറകെ കൂടാണ്. അതിനെയാണ് വിവേചനം എന്ന് പറയുന്നത്. അവർക്ക് പ്രത്യേകം കക്കൂസ് കൊടുക്കത്തില്ലേ? നിങ്ങളുടെ മുറിക്കകത്തൊക്കെ കയറ്റുവരെ. അവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ നിങ്ങളോടൊപ്പം ഇരിക്കുന്നത് ആരുണ്ട്? വീട്ടിൽ ജോലിക്ക് വരുന്നവർ നമ്മളോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന എത്ര വീടുണ്ട്? ഇവിടെ ഇരിക്കുന്ന ഒരാളൊന്ന് കൈപൊക്കി. ഒരാൾ 3 4 ജോലി ചെയ്യുന്നവരെ പറ്റി ഞാൻ ചോദിക്കുന്നത്. നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമോ? ഓക്കെ, ഇവിടുത്തെ ഏറ്റവും കൊള്ളാവുന്നവരെന്ന് പറയുന്നവരുടെ ഇടയ്ക്ക് 4 പേരുടെ പൊക്ക 5 പേരുടെ കൈയൊക്കെയാണ് പൊങ്ങിയത്. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ സ്ട്രക്ചറലായിട്ടുള്ളത്? ജാതി നിലനിൽക്കുന്ന വീടുകളാണ് നമ്മുടെ വീടല്ല. വിവേചനം, നമ്മൾ പറയാം അമേരിക്കയിലാണ് കറുത്തവരും വെളുത്തവരും എന്ന്. ഇവിടെ പിന്നെന്തുവാ ഉള്ളത്? ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഈ നിലവാരത്തിലുള്ള മാറ്റങ്ങൾ വരാതെ
രൂപപ്പെടാതെ ജനാധിപത്യ സംസ്കാരം സാധ്യമല്ല. അപ്പം നമ്മൾ വീടൊക്കെ അഴിച്ചു പണിയണം. ഇപ്പോൾ ഉള്ള പെരയെല്ലാം മുറിയെല്ലാം ഇളക്കി കളയണമെന്നോ വേണ്ട, അതിപ്പോൾ അവിടെ ഇരുന്നോട്ടെ. പക്ഷെ ഇനി വയ്ക്കുമ്പോൾ ഇത് മാറ്റണം. പുതിയൊരു വീട് വയ്ക്കുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്നവരും വീട്ടിലുള്ളവരും തമ്മിൽ ഇടപെടാൻ പറ്റുന്ന നിലവാരത്തിൽ തന്നെ വേണം. ഒരാൾക്ക് ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചായ ഇടാൻ പറ്റുന്ന നിലവാരത്തിൽ മുറി മാറാൻ പറ്റും. അല്ലാതെ ഈ പ്രൈവസി എന്നൊക്കെ പറഞ്ഞിട്ട് മുറി പൂട്ടിയിടുന്നത്, ആളുകളെ പുറത്ത് നിൽക്കുന്നതും, പട്ടി കടിക്കും അകത്തേക്ക് വരരുതെന്ന് പറയുന്ന മതിൽ, ഈ മലയാളികളുണ്ടാക്കിയ മതിലിൻ്റെ ആ പാറ മാത്രം മതി ചന്ദ്രന് വരെ കാണും, നീളം കാണും. നിങ്ങൾ വെറുതെ ഒന്ന് നോക്കും, നിങ്ങളുടെ വീടിൻ്റെ ചുറ്റിനുള്ള മതിൽ, നമ്മൾ ഈ പാറ ക്വാറി പോയത്, ഈ പാറ എവിടെ പോയെന്നുള്ളത് ഈ മതിലിലാണ്, വീട്ടിൽ പോലും അല്ല, മതിലിലാണ് പോയിട്ടുള്ളത്. ഈ മതിലിനകത്ത് കയറാൻ പറ്റാത്ത ആരാ ഉള്ളതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പൂച്ച കയറും, പട്ടി കയറും, ആകെ കയറാതെ ഒരു പശുവാണ്. പിന്നെ ആരാണ് കയറാത്തത്? കള്ളൻ കയറും. അല്ല, കള്ളം കയറാതിരിക്കണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ജയിലിൻ്റെ പൊക്കത്തിൽ വേണ്ടേ? അപ്പോൾ കള്ളന്മാരെല്ലാം കയറും. പിന്നെ ആരാ കയറാത്തത്? നമ്മുടെ കൂട്ടുകാർക്ക് കയറാനൊക്കെ ഇതില്ല. കാരണം അവർ ഈ മതിൽ ചാടുന്നെന്ന് പറഞ്ഞാൽ ശരിയല്ലെന്നറിയുന്ന കാരണം കൊണ്ട് അവർ പുറത്ത് നീ. ഇപ്പം രണ്ട് പേർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ മതിലുണ്ടാക്കുന്നത്. പശുവിനും കൂട്ടുകാരും വരാതിരിക്കാൻ വേണ്ടി മതിലുണ്ടാകും. ബാക്കി എല്ലാവരും കയറും. എത്ര രൂപയാണ് നമ്മൾ ചെലവഴിക്കുന്നത്? ആ മതിൽ മുഴുവൻ പൊളിച്ച് ആ പാറയെല്ലാം ഇവിടെ ഈ കടൽ കയറാതിരിക്കാൻ ഉപയോഗിക്കാൻ പറ്റും. അതൊന്ന് മാത്രമല്ല, ഈ മതിലുള്ള നമ്മൾ പണ്ട് വേലി വെച്ചിരുന്നവരാണ്. ഇന്ന് കൃഷിയൊന്നുമില്ലല്ലോ. ആര് മണ്ണ് മാന്തുന്ന കാര്യമായി പറയുന്നത്? ഒരാളും മണ്ണ് മാന്താനില്ലെന്ന്. മറ്റേ അവർ മാന്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ പണി തുടങ്ങിയത്. ഇന്ന് കൃഷി ചെയ്യുന്നേ ഇല്ലല്ലോ അവിടെങ്ങും. പിന്നെന്തിനാണ് അത്? ഇനി അത് മാത്രമല്ല, ഈ അളവൊക്കെ ഇപ്പം കൃത്യമാണല്ലോ, മാന്തിയിട്ട് ഒരു കാര്യമില്ല. നല്ല ബൊഗൈൻ വില്ലയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പശു കയറാതിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയാൽ മതി. നല്ല പൂക്കൾ വെച്ചിട്ട് ചെടികൾ നട്ടാൽ അത്രത്തോളം നമുക്ക് വായു, നല്ല വായു, ഈ ഇത് കാണാൻ, വീട് കാണാൻ എന്തൊരു ഭംഗിയുള്ള വേലി മുഴുവൻ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇതൊക്കെ പറയുന്നത് ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരവാണോന്ന് തോന്നും, പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് അന്യരെ വെറുക്കുന്ന വീടുകളിലും അന്യരെ വെറുക്കുന്നതിന് വേണ്ടി അവരെ പുറത്ത് ആ വീട്ടിൽ പോയി തിന്നരുതെന്ന് പഠിപ്പിക്കുന്ന വീട്ടിലേ ജനിക്കാൻ പറ്റൂ. അവിടുന്ന് വേണമല്ലോ നമ്മൾ ഈ ബുദ്ധിപരമായി യോജിക്കേണ്ടത്. കുട്ടിക്കാലം മുഴുവനും വളർന്ന വീടിനകത്ത് അന്യരെ വെറുക്കാനായിട്ടും അന്യരെ പുറത്ത് നിർത്താനായിട്ടും പഠിപ്പിച്ച വീട്ടിനകത്തുനിന്ന് വന്ന നമുക്ക് എങ്ങനെ മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റുന്നവരായി മാറും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊക്കെയാണ് പറയുന്നത്. അല്ലാതെ ഈ മതം നല്ലതാണോ ചല്ലി എന്ന് ചർച്ച ചെയ്യാനൊന്നും പോരുത്. അതൊന്നുമല്ല ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ഈ പറയുന്ന മേഖലകളാണ്. ജനാധിപത്യ സംസ്കാരത്തോടെ നമുക്കെങ്ങനെ ജീവിക്കാൻ പറ്റും, ജനാധിപത്യപരമായിട്ട് നമുക്കെങ്ങനെ പിരിക്കുന്ന ടാക്സ് എല്ലാവർക്കും ഗുണകരമായി എങ്ങനെ വിനിയോഗിക്കാൻ പറ്റും, ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ക്രമീകരണം ഭരണമല്ല. ക്രമീകരണം, ഭരണഘടന എന്നുള്ള വാക്കല്ല വേണ്ട, ക്രമഘടനയെന്നാണ് പറയേണ്ടത്. ഭരണം വേണ്ട. ഭരണം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ട് ചെയ്യുന്നതാണ്, സമാന്തരമല്ല. ഈ വിഷയമൊക്കെയാണ് ഇനിയും വായിച്ചും പഠിച്ചും ചിന്തിച്ചും ചെയ്യേണ്ടത്. അത് മതി, പോരെ? എൻ്റെ പേര് അബ്ദുൽ അസീസ് എന്നുള്ള, സ്ഥലം അരീക്കോടാണ്. പ്രത്യേകിച്ചും മൈത്രനെ പോലെയുള്ള ബുദ്ധിജീവികളുടെ ഒരു പരിപാടിയിലൊന്ന് പങ്കെടുക്കാമെന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ മുകളിൽ എന്തായതാണ് ഇങ്ങോട്ട് വന്നതാണ്. ഏകദേശം 35 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും കോഴിക്കോടേക്ക് വെച്ച്. ആധികാരികമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണെന്നുള്ളത് മൈത്രൻ ഉണർത്തി. അതേപോലെ തന്നെ
ഒരു സമൂഹത്തിൻ്റെ ഒരുമക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള വിഷയമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് പൂർത്തീകരിക്കാത്ത രീതിയിൽ സമയം കമ്മിയായതിൻ്റെ പേരിൽ അദ്ദേഹം തൽക്കാലം നിർത്തിവെച്ചു. ഞാനിവിടെ വിലയിരുത്തുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിജീവികൾ നിലനിൽക്കുന്ന കാലഘട്ടമാണ്. അതേ സ്ഥാനത്ത് അവരുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് സയൻറ്റിസ്റ്റുകളെ, സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, പല തുറകളിൽ ജീവിക്കുന്ന ആളുകൾ നിലവിലുണ്ട്. ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ 2 രീതിയിലുള്ള അറിവാണ് നിലനിൽക്കുന്നത്. നോട്ട് ചെയ്യേണ്ട സംഗതിയാണ്. ഒന്ന്, മനുഷ്യനിർമ്മിതമായിട്ട് തയ്യാറാക്കുന്ന അറിവ്, അത് ഏത് രീതിയിലായാലും, സയൻറ്റിഫിക് ആയിട്ടായാലും ശരി, ഏത് മേഖലയിൽ കൂടെ ആയാലും ശരി. രണ്ടാമത്, മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് നൽകപ്പെട്ട അറിവ്. ഒന്ന് 100% പെർഫെക്റ്റ് ആയിരിക്കും. ഇതിനെ അറിവ് എന്ന് അവകാശപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ ഉദാഹരണം പറയാം. പൂർണ്ണതല്ലാത്തൊരു സംഗതിക്ക് അറിവ് എന്നൊരിക്കലും പറയാൻ പാടില്ല. പൂർണ്ണത ഉള്ളതാണെന്നുള്ള തെളിയിക്കാൻ വേണ്ടി ഞാൻ 2 ഉദാഹരണം പറഞ്ഞ് വേഗയിൽ കട്ട് ചെയ്യാം, സമയം പോയിക്കോളും. വഹിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരാശികളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്, നിങ്ങൾ കിടക്കുന്ന സമയത്ത് വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കണം. ഇനി അതിലും നല്ലൊരു ക്വാളിറ്റി ലോകത്തെല്ലാവരും പാടെ ഒരുമിച്ച് കൂടി മെനക്കെട്ടാലും കണ്ടെത്താൻ കഴിയില്ല. ലോക അവസാനം വരേക്കും അതിന്റെ നിലവാരം നിലനിൽക്കും ചെയ്യും. കട്ട് ചെയ്ത് ജസ്റ്റ് ചോദ്യത്തിലേക്ക് ഓക്കെ ചോദ്യമില്ല, ആ വിഷയം എടുത്തിട്ട് പറഞ്ഞെങ്കിൽ എനിക്ക് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ചോദ്യം ധൃതി ഒന്നിനും പരിഹാരമല്ല. ഞാൻ അടുത്തതിടാം. 2, മനുഷ്യനിർമ്മിതമായിട്ട് കണ്ടെത്തുന്ന ഏതൊരു അറിവാലും ഏതെടുത്തോളി, എല്ലാത്തിനും പോരായ്മ ഉണ്ടാവും. ഇപ്പൊ ഇന്ന് മൊബൈല്, ഒരു 10 കൊല്ലം മുമ്പുള്ള മൊബൈല് നമ്മൾ ആരും ഉപയോഗിക്കൂല, കാരണം അതിന് പോരായ്മ ഉണ്ട്. ഇനി എത്രയോ വർഷം അതിന് മുന്നോട്ട് ചലിക്കാനുണ്ട്, അതിൽ കൂടെ പുരോഗതി കണ്ടെത്താനുണ്ട്. അതേ സ്ഥാനത്ത് ഒരറിവിന് പോലും ന്യൂനത ഈ ഭാഗത്ത് കണ്ടെത്താൻ കഴിയില്ല. അതേ സ്ഥാനത്ത് മനുഷ്യൻ കണ്ടെത്തുന്ന മുഴുവൻ അറിവുകൾക്ക് ന്യൂനത നിലനിൽക്കുന്നുണ്ട്. അതില്ലാന്ന് തെളിയിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു 10,000 രൂപ ഓരോ ക്വസ്റ്റ്യൻ ഞാൻ നൽകാൻ തയ്യാറാവും. ഇൻഷാ അല്ലാഹ് അത്ര വിഷയത്തിൽ. ഓക്കെ. അതായത് മനുഷ്യൻ കണ്ടെത്തുന്ന 2 തരം അറിവുകളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് മനുഷ്യൻ കണ്ടെത്തുന്ന അറിവുകളും, മറ്റൊന്ന് മനുഷ്യനായി ആരോ നൽകുന്ന അറിവുകളും. അതിൽ മനുഷ്യൻ നൽകുന്ന അറിവുകൾ പൂർണ്ണമല്ലെന്നും അത് വിവിധ കാലങ്ങളിൽ മനുഷ്യൻ തിരുത്തുന്നുണ്ടെന്നും, എന്നാൽ ദൈവം നൽകിയ അല്ലെങ്കിൽ മറ്റാരോ ഒരാൾ മനുഷ്യർക്കായി നൽകിയ ഈ പറഞ്ഞ അറിവുകളിൽ ഒരു തരത്തിലുള്ള മാറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലിൻ്റെയോ ആവശ്യമില്ല, അത് വളരെ പൂർണ്ണമായതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനെ ഖണ്ഡിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് 10,000 രൂപ വെച്ച് തരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് 2 പേർക്കും 20,000 രൂപ നേടാനുള്ള ചോദ്യമാണ്. എന്തായാലും പണം എനിക്ക് അത് തരണ്ട, അത് നിങ്ങൾ തന്നെ എടുത്തോ. കാര്യം ഇന്ന് രാവിലെ ഒരാൾ എനിക്ക് കുറച്ച് കാശ് അയച്ചു തന്നിട്ടുണ്ട്, അതിൻ്റെ അത്യാവശ്യവുമില്ല. എന്തെങ്കിലും പൂർണ്ണമാണെങ്കിൽ പിന്നെ അതിനൊന്നും പറയാനില്ല. നമുക്കറിയുന്ന ലോകം നിരന്തരം മാറുന്ന ലോകമാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ അറിവേ നമ്മളെടുക്കത്തുള്ളൂ. പൂർണ്ണമായിട്ടുള്ളത് അത് ആവശ്യമില്ലാത്തതാണ്, പ്രയോജനമില്ലാത്തതാണ്. കാരണം അതിനകത്തൊന്നും ചെയ്യാനില്ല. അപ്പം അറിവെന്ന് പറയുന്നത് മാറുന്ന പ്രപഞ്ചത്തിനകത്ത് അപ്പോഴപ്പോഴുണ്ടാകുന്നതും അപ്പോഴപ്പോഴും ജീവിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് മൊബൈൽ മാറുന്നത്. മാറാത്തത് എന്തുണ്ടായാലും അത് ചത്തുപോയതാണ്. പൂർണ്ണമാണെങ്കിൽ മരിച്ചത്. സർവജ്ഞനായ ദൈവം ചത്ത ദൈവമാണ്. ഒരു സാധ്യതയും പിന്നെ അതിനകത്തില്ല. അറിഞ്ഞുകൂടാത്ത ദൈവത്തിന് മാത്രമേ മാറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാറുന്ന പ്രപഞ്ചത്തിനെ പറ്റിയുള്ള അറിവാണ് എനിക്കുള്ളത്. അതുകൊണ്ട് പരിപൂർണമായ അറിവ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊള്ളാം, അതവർ വെച്ചോ, എനിക്ക് വേണ്ട. ഈ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നത് തബാരക്കല്ലാഹു അഹ്സനിൽ ഖാലിഖീന, സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും മുന്തിയത് ലാഹാകുന്നു.
ലാഹ് അല്ലാഹ് അള്ളാഹ് എന്നുള്ള വാക്കിന് ഒരു പുള്ളി ഉണ്ടാവും, ഇങ്ങനെ അക്ഷരത്തിന് പുള്ളി ഉണ്ടാവും. അവിടെ അത് ഉപയോഗിച്ചിട്ടില്ല. ലാഹാണ്. അവിടെ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിരുന്നു, അതിൽപ്പെട്ടൊരു കുട്ടി ദൈവമാണ് ലാഹ്. എൻ്റെ പേര് അബ്ദുൽ കലാം, ഞാൻ പറയാൻ പറ്റുമോ. അപ്പൊ ഈ ലാഹിനുള്ള അറിവുകൾ വ്യത്യസ്തമായിരുന്നു അവിടെ. പിന്നെ അറിവ് പിന്നെ ഇപ്പൊ തന്നെ ഖുർആനിൽ 10 ഉണ്ട്. ഏതിലാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടതെന്ന് ഇപ്പൊ സംശയത്തില്ല. ചോദ്യത്തിലേക്ക് ചോദ്യമല്ലായിരുന്നത്. ഈ ചെരിഞ്ഞു കിടക്കുന്ന മഹത്വത്തെ പറ്റി പലരും ചോദിക്കുന്നുണ്ട്. നമുക്ക് ഈ സംവാദത്തിന്റെ അവസാനം അതിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഓക്കെ, അദ്ദേഹത്തിന് ഒരു 3 മിനിറ്റിൽ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ. ഓക്കെ, ഒരു 3 മിനിറ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% പെർഫെക്റ്റ് ആയ രീതിയിൽ ന്യൂനതകളില്ലാതെ ആർക്കും കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ തയ്യാറാക്കി തന്നൊരു അറിവിനാണ് അറിവെന്ന് പറയുന്നത്. അത് ഇനി അതിലേക്കൊന്ന് കൂട്ടേണ്ട ആവശ്യമില്ല, കുറക്കേണ്ട ആവശ്യമില്ല. വ്യക്തമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഒരു ഉദാഹരണം കൂടെ പറയാം. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തെ പറ്റിയുള്ള ഇതേപോലെ ഒരു നിയമമാണ്. ഒരാൾ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ എറിഞ്ഞങ്ങോട്ട് കൊല്ലുക എന്നുള്ളത്. ഈ ഒരു നടപടി ലോകത്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ സ്വഭാവം ലോകത്ത് നിന്ന് ഒഴിവായി പോവും. പിന്നെ ആ പണിക്കാർ നിൽക്കൂല. അതിൽ ലേറ്റ് ആയിട്ടുള്ള ആക്ഷൻ എത്രത്തോളം കാലം എടുക്കുന്നോ ആ ഒരു പ്രവണത ലോകത്തെ ചൂഷണം ചെയ്തുകൊണ്ടേ നിൽക്കും. അതെ, വ്യക്തമാണ്. അദ്ദേഹം ഇപ്പോഴും ചെരിഞ്ഞു കിടക്കുന്ന മൊത്തത്തെ പറ്റി പറഞ്ഞില്ല, പിന്നീട് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചോദ്യം, അതായത് വ്യഭിചാരം ചെയ്യുന്നവരെ കല്ലെറിഞ്ഞു കൊന്നാൽ ആ വ്യഭിചാരം എന്ന് പറയുന്ന പ്രവൃത്തി തന്നെ അപ്രത്യക്ഷമാവുന്നതാണ് അദ്ദേഹം പറയുന്നത്. പാവം ഒരു പാവം വിശ്വാസിയല്ലേ, നമുക്ക് പൊറുക്കാം. അത്രയേ ഉള്ളൂ. ഒരു പാവം വിശ്വാസി പറയുന്നത് നമുക്ക് പൊറുക്കാനും വേണ്ടിയുള്ള അറിവ് നമുക്ക് വേണം. നമ്മുടെ അമ്മയും അച്ഛനെയൊക്കെ നമ്മൾ പൊറുക്കത്തില്ല. അല്ലാതെ ലോകത്തിനെ പറ്റി അറിയുന്ന ആരെങ്കിലും ഇങ്ങനെ പറയുമോ? പാവമല്ലാതെ എന്താണ്? നിങ്ങൾ ആ വിശ്വാസിയായിട്ട് ജീവിച്ചോ, എനിക്ക് വഴക്കൊന്നുമില്ല. പക്ഷെ നമ്മളിത് എടുക്കത്തില്ല. ഇങ്ങനല്ലെന്നറിയാം. അത്രേ. എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുള്ളത് കാലത്ത് ചോദിച്ചാൽ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് അറിവുള്ള ആളാണ്. നിങ്ങളുടെ കപ്പിനകത്ത് ഒഴിക്കാൻ ഞാനില്ല. മറ്റാർക്കെങ്കിലും ചോദ്യങ്ങളായി? ഇപ്പോ ഈ കല്ലെറിഞ്ഞ് കൊല്ലേണ്ട കാര്യം നമ്മളെ സുഹൃത്ത് ഇവിടെ പറഞ്ഞു. മുഹമ്മദ് നബി പിന്നെ ഭാര്യ വീട്ടിലില്ലാത്ത സമയത്ത് വേറെ പള്ളിയിലേക്ക് പോവാന്നും പറഞ്ഞ്, ബുഖാരിയിലെ ഹദീസാ, പള്ളിയിലേക്ക് പോവാന്നും പറഞ്ഞിട്ട് മസ്ജിദുൽ ഖുബായിലേക്ക് പോവാന്നും പറഞ്ഞിട്ട് മൂപ്പര് പോയിരിക്കുന്നത് ഉമ്മു ഹറാമിന്റെ വീട്ടിലാണ്. ആ പെണ്ണിന് ഭർത്താവും ഉണ്ട്, അച്ഛനും ഉണ്ട്. ഇല്ലാത്ത സമയത്ത് പോയതുകൊണ്ട് തല്ല് കിട്ടിയില്ല. പക്ഷെ അവിടെ പോയി ഈ വിക്രാസം കാണിച്ചതിന് അദ്ദേഹത്തെ എറിഞ്ഞ് കൊല്ലണതായിരുന്നില്ലേ? അല്ല, ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമാണ്. വെറുതെ ഞാൻ എന്തിനാണ് ഇടനിലയ്ക്ക് നിന്ന് ഇടി മേടിക്കുന്നത്? എനിക്ക് ഈ നാട്ടിലുള്ള മനുഷ്യരെ പറ്റി അറിയാം. എല്ലാ ദിവസവും ഞാനൊരു 3 ദിവസം കൂടുമ്പം ഒരു പുതിയ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ മനുഷ്യരെല്ലാം എങ്ങനെ ജീവിക്കുന്നതെന്ന് അറിയുന്ന ഒരാളല്ലേ. ഈ നാട്ടിലുള്ള സകല ജയില് നിറച്ച് മനുഷ്യരായിട്ട് കിടക്കുന്നില്ലേ? ഇതെല്ലാം നമ്മൾ കാണുന്നതല്ലേ. കല്ലെറിഞ്ഞ് കൊല്ലണ്ടി വരുന്നുണ്ടെങ്കിൽ ചൊവ്വേ നേരെ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു കോന്തൻ ഉണ്ടാക്കിയത് കൊണ്ടല്ലേ. ചൊവ്വേ നേരെ ഉണ്ടാക്കാൻ നിങ്ങളുടെ ദൈവത്തിനോട് പറ. അതിന് പകരം നമ്മളെ നന്നാക്കാൻ നടക്കാതെ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാങ്കിൽ പണി നിർത്തിയിട്ട് വീട്ടിൽ പോകണം. കഴിഞ്ഞ് വ്യക്തമാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ മിണ്ടി തീർത്തോ? വ്യക്തമാണ്. മൈത്രനോട് ചോദ്യമായി ചോദിക്കാനുള്ള ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. യെസ്. എനിക്ക് ചോദിക്കാനുള്ളത് മൈത്രേൻ്റെ മുമ്പുള്ള ചില ഇതുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു ഒരു പാമ്പ് കടിക്കുന്ന ഇതിനെക്കുറിച്ച് അവിടെ വെറുതെ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അതുമായി ബന്ധിട്ടുണ്ട്. അപ്പോൾ ഉറുമ്പ് നമ്മുടെ മനുഷ്യൻ്റെ ജീവൻ അവസാനിക്കുന്നിടത്തു നിന്ന് ഉറുമ്പിൻ്റെ ജീവിതം അവിടെ തുടങ്ങുന്നുണ്ടല്ലോ. നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ അത് ഭക്ഷണമാണ്. നിങ്ങൾ വേറെ ഒന്നിൻ്റെ ഭക്ഷണമാണ്. നിങ്ങൾ വേറെ എല്ലാം ഭക്ഷണമാക്കുന്നതാണ്. പരസ്പരം ഭക്ഷണമാക്കി ജീവിക്കുന്ന ജീവികളാണ് നമ്മൾ. ഈ ദൈവം എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നുണ്ടെങ്കിൽ, വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ അല്ലതുണ്ടായെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായല്ലോ. വിവരമുള്ള ഒരാൾ ഒന്നിനെ ഉണ്ടാക്കിയവനെ വീണ്ടും തിന്നാനായിട്ട് പഠിപ്പിക്കുമോ? വിവരമുള്ള ദൈവത്തിനെ കണ്ടുപിടിക്കാൻ പാടാ. ഈ അറിവും അഹങ്കാരത്തെയും കുറിച്ച്
ഒന്നുകൂടി പറയാം. അറിവ് അതിന് അതാത് പ്രദേശങ്ങളിൽ ഓരോ കാര്യങ്ങളിനകത്ത് നമുക്കുണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യത്തോടെ പെരുമാറാനായിട്ട് തോന്നും. അത് സഹജമാണ്. നമ്മൾ കളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കളി നന്നായിട്ട് അറിയുന്ന ആൾ മറ്റേ ആളെ തോൽപ്പിക്കത്തില്ല. അപ്പം നമുക്ക് ഇച്ചിരി ഗമയൊക്കെ തോന്നും. ഈ തോന്നുന്ന ഒരു ജീവിയാണ് നമ്മൾ. അത് പക്ഷെ ഊതിപ്പെരുപ്പിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് സ്പോർട്സൊക്കെ ഉണ്ടാക്കി ഒളിമ്പിക്സൊക്കെ ചെയ്യുന്നതിന് പകരം തോക്ക് വെച്ച് വെടിവെക്കാതിരിക്കാൻ പറ്റും. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ചാൽ മതി. ഈ അബ്ദുൽ ബാസിലുമായിട്ടുള്ള ഒരു ഇത് കണ്ടതിന്റെ പേരിൽ ഞാൻ ചോദിച്ചാണ്. ഈ അറിവും അഹങ്കാരവും, ഞാൻ അഹങ്കാരത്തോടു കൂടിയാണ് അവിടെ ഇരുന്നതെന്ന് പറയുന്നുണ്ട്. അബ്ദുൽ ബാസിൽ അത് ഭയങ്കരമായി ആഘോഷിക്കുകയും ചെയ്തു. അല്ല, അതുകൊണ്ടായി ചോദിച്ചത്. നമുക്കൊരു അതിരുള്ള ജീവിയാണ്. നമ്മളെ മാത്രമല്ല, ജീവൻ അതിര് ബോധമാണ്. അതിനകത്ത് നമുക്ക് ആധിപത്യത്തോടെ പെരുമാറുന്ന ജീവി, നമ്മളെല്ലാ ജീവികളും അങ്ങനെയാണ്. ജീവനുണ്ടോ അതിരുണ്ടാവും. ആ അതിരിനകത്ത് ആധിപത്യത്തോടെ ഇരിക്കുന്നതാണ്. അത് നമ്മൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണെങ്കിലും നമുക്ക് പരസ്പരം പ്രയോജനമുള്ളവർ തമ്മിൽ ആ ആധിപത്യം അത്രയും വേണ്ടാന്ന് നിയന്ത്രിക്കാൻ പറ്റുന്നവരായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ ഈ മുറിക്കകത്ത് ഒന്നിച്ചിരിക്കുന്നത്. വർഷങ്ങൾ കൊണ്ട് പണിയെടുത്താണ് നമ്മളിങ്ങനെ ആയത്. പണ്ട് മനുഷ്യർ പിരിഞ്ഞ് ഗോത്രങ്ങളായിട്ട് ഒരു 30 പേര് 50 പേര് ആയിട്ട് പിരിഞ്ഞ് ഈ ഭൂമി മുഴുവനും പരന്ന ജീവിയാണ്. കൃഷി കണ്ടുപിടിച്ചപ്പോൾ ഇങ്ങനെ ഒന്നിച്ചു. പക്ഷെ ഒന്നിച്ചു കൂടിയപ്പോൾ ഇഷ്ടം കൊണ്ട് ഒന്നിച്ചു കൂടിയതാണ് ധരിച്ചിരിക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, ബലപ്രയോഗത്തിൽ ഒന്നിപ്പിച്ചവരാണ് നമ്മൾ. അതുകൊണ്ടാണ് തട്ടായിപ്പോയത്. തട്ട് കൊണ്ട് നിയന്ത്രിച്ചാണ്. ഇന്നാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഈ നിയന്ത്രണമല്ല നമുക്ക് വേണ്ടത്. പരസ്പരം മനസ്സിലാക്കി ഈ അതിരിനെ പറ്റിയുള്ള അറിവുകളോടെ നമുക്ക് എങ്ങനെയാണ് വ്യത്യസ്തതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുമയോടെ കഴിയാം എന്നറിയുന്ന അറിവ് ഇന്ന് നമുക്കുണ്ട്. അത് നമ്മൾ വ്യാപാരവും വ്യവസായവും ഒക്കെ തുടങ്ങിയപ്പോഴാണ് ഒരു സ്ഥലത്തുള്ള വസ്തുക്കൾ വേറെടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ അവർക്ക് പ്രയോജനകരമാണെന്നറിയുന്ന വഴി അവർക്ക് നമ്മുടെ കയ്യിലിരിക്കുന്നത് കൊടുത്ത് അവരുടെ കയ്യിലിരിക്കുന്ന വാങ്ങി തുടങ്ങിയപ്പോൾ തൊട്ടാണ് സഹകരിക്കാനായിട്ട് പറ്റുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ലോകത്തിനെ യോജിപ്പിക്കുന്ന ഏറ്റവും വലിയ 2 ശക്തിയാണ് വ്യാപാരവും വ്യവസായവും. അല്ലാതെ പഴയ കൃഷിക്കാർ വേലി കെട്ടി പുറത്ത് നിർത്തുന്നവരായിരുന്നു. അപ്പോൾ വ്യാപാരി വ്യവസായികളാണ് ഇന്ന് ലോകത്തിനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആദ്യത്തെ വലിയൊരു വ്യാപാരം ഇപ്പോഴും നിൽക്കുന്നത്, വ്യവസായം നിൽക്കുന്നത് ആയുധം നിർമ്മാണമാണ്. അതാണ് നമുക്ക് കുറയ്ക്കേണ്ടി വരും. അത് ബാക്കിയെല്ലാം, ഇപ്പോൾ കാറുണ്ടാക്കുന്നവന് ലോകം മുഴുവൻ കാർ വയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവനാണ്. കസേര ഉണ്ടാക്കുന്നവന് ലോകം മുഴുവൻ കസേര വയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവനാണ്. അവിടെ വാങ്ങാൻ കഴിവുള്ളവർ അപ്പുറത്ത് നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവനാണ്. പക്ഷേ ഈ ആയുധം ഉണ്ടാക്കുന്ന ഒരു കുടുക്കി നമ്മൾ മാറിയാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മറ്റുള്ള എല്ലാ വ്യവസായികളും കൂടെ ചേർന്ന് ഈ ആയുധ കമ്പനികൾ മേടിച്ച് പൂട്ടി വയ്ക്കണം. അവർക്ക് കാശ് കൊടുത്ത് കോമ്പൻസേഷൻ കൊടുത്ത് രാജാക്കന്മാരെ പിരിച്ചു വിട്ട പോലെ പിരിച്ചു വിടണം. അതാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു വഴി. അത് ചെയ്യുന്നത് വഴിയുള്ള ഒരുമയ്ക്കകത്താണ് നമുക്ക് ജീവിക്കാം. ഫേസ്ബുക്കിൽ ജോയ്സ് സീസർ എന്ന് പറയുന്ന ഒരു പ്രൊഫൈല്, അത് വ്യാജ പ്രൊഫൈലാണോ അതിലൊന്നും അറിയില്ല. അതിൽ തുടർച്ചയായി വരുന്ന എല്ലാ പോസ്റ്റുകളിലും പറയുന്നത് ഹിന്ദുധർമ്മം മാത്രമാണ് ശരി, ലോകത്തിലുള്ള മറ്റ് മതങ്ങൾ മുഴുവൻ തെറ്റാണെന്നാണ്. അപ്പോൾ ഒരു പോസ്റ്റിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ വായിക്കുന്നത്. ഹിന്ദുധർമ്മത്തിൽ അടിമ എന്ന ഒരു വാക്ക് കാണിച്ചു തരാമോ? അതാണ് ഈ ധർമ്മത്തിൻ്റെ മഹത്വം. ഇതിനെപ്പറ്റി മൈത്രേയൻ എന്താണ് പറയാൻ? ഹിന്ദു എന്ന് പറയുന്ന ഒരു മതം തന്നെ ഇല്ല. ഇന്ത്യ എന്ന് പണ്ട് സിന്ധു നദീതടത്തിൻ്റെ ഇപ്പുറത്ത് താമസിക്കുന്നവരെ ഇന്ന് നമ്മൾ പേർഷ്യക്കാർ എന്ന് വിളിക്കുന്നവർ, ആ പ്രദേശത്തുള്ളവർ ഇങ്ങോട്ട് വിളിച്ചതാണ്. നമ്മൾ യൂറോപ്യൻസ് എന്ന് വിളിക്കുന്ന പോലെ വിളിച്ച ഒരു സ്ഥലമാണ്. ഒരു പ്രദേശത്തെ ജനത എന്ന അർത്ഥമേ ഉള്ളൂ. അതുകൊണ്ട് ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിപ്പോൾ RSകാർ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് കാണാമല്ലോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു പേടിയും വേണ്ടല്ലോ. പിന്നെ ഈ ജാതി നിന്ന സമൂഹമല്ലേ ഇത്. പഞ്ചവന്മാരെന്ന് പറയുന്നവരും ശൂദ്രന്മാരെന്ന് പറഞ്ഞ വാക്ക് ഈ അടിമയെന്ന അർത്ഥം. പിന്നെ എന്തിനാണ് വെറുതെ അത് ചർച്ച ചെയ്ത് സമയം കളയുന്നത്? ഈ
ഓസോൺ പാളികളെ വിളിച്ച നമ്മുടെ നാട്ടിൽ ശാസ്ത്രജ്ഞർ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഓസോൺ പാളികൾ ഉണ്ടായിട്ടുള്ള 1990-കളിലൊക്കെ നമ്മൾ ഏറ്റവും വലിയ പേടി അതായിരുന്നു, ഓസോൺ പടലങ്ങൾക്ക് ഉണ്ടാകുന്ന വെള്ളിച്ചകളൊക്കെ. ഇപ്പം മഞ്ഞുമലകൾ അതിശക്തമായിട്ട് ഉരുകി കടലിൽ അങ്ങനെ ചേരിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മലപ്പുറം ജില്ല അല്ലെങ്കിൽ കോഴിക്കോട് ജില്ല പോലുള്ള അത്രയും വലുപ്പത്തിലുള്ള മഞ്ഞുമലകൾ പൊട്ടി തകർന്നിട്ട് അങ്ങനെ കടലിൽ ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെന്തെങ്കിലും പരിഹാരം ഭാവിയിൽ ഉണ്ടാവുമോ എന്നൊരു സംശയമുണ്ട്. ഓസോൺ പാളിക്ക് ഉണ്ടായിരുന്ന പ്രശ്നം നമ്മൾ പരിഹരിച്ചു. വിഷയം മനസ്സിലായി. നമ്മൾ ഒന്ന് മനസ്സിലാക്കാനുള്ളത്, ഈ കഴിഞ്ഞ ഒരു 12,000 വർഷം വളരെ മെച്ചപ്പെട്ട കാലത്താണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ഐസേജ് എന്ന് പറയും, ശൈത്യം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ തണുപ്പ് ഉണ്ടാകുന്ന കാലമായിരുന്നു. അത് 1,20,000 വർഷത്തോളം ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം ഐസ് ഉരുകാൻ തുടങ്ങിയതിനകത്ത് കടൽ, ഇപ്പം നമ്മൾ കാണുന്ന കടലില്ലേ, ഇത് ഉയരാൻ തുടങ്ങി. ആ ഉയരാൻ തുടങ്ങിയിട്ട് 400 അടി ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഉയരുന്ന കാര്യമോ ഈ മഞ്ഞലിയുന്നൊന്നുമല്ല. 10,000 വർഷമായിട്ട് 400 അടി ഉയർന്നിട്ടുണ്ട്. അന്ന് ഉണ്ടായിരുന്ന 90% തീരപ്രദേശങ്ങളിലുണ്ടായിരുന്ന സകലതും വെള്ളത്തിനടിയിൽ പോയി. കഴിഞ്ഞ ഒരു 1000 വർഷമായിട്ട് ഈ മഞ്ഞുരുകുന്നതിൻ്റെ സ്പീഡ് കുറവായിരുന്നു. മില്ലിമീറ്ററിലെ പൊങ്ങുന്നുള്ളായിരുന്നു. പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സമയത്ത് നിന്നിട്ടില്ല. പക്ഷെ പൊങ്ങുന്നതിൻ്റെ സ്പീഡ് കുറഞ്ഞാൽ, പക്ഷെ അത് നമ്മൾ ഈ എണ്ണയെല്ലാം കത്തിക്കാൻ തുടങ്ങിയപ്പോൾ സ്പീഡ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിത് ചെയ്യുന്ന കൊണ്ട് മാത്രം ഉണ്ടായതല്ല, ഉണ്ടായിക്കൊണ്ടിരുന്നതിന് എന്ന് പറഞ്ഞാൽ ഉരുളുന്ന ഒരു വണ്ടിക്ക് നമ്മളൊരു ഉന്ത് കൊടുക്കുന്ന പോലെയാണ് ഇപ്പം നമ്മുടെ ജീവിതം. ഈ ഉന്ത് കുറയ്ക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ മഞ്ഞുരുകത്തില്ല എന്ന് വിചാരിക്കേണ്ട. മഞ്ഞുരുകും, ഉരുകി കടൽ പൊങ്ങും. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മളിപ്പോൾ ഈ ചൂടാക്കുന്ന പണി ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ മഞ്ഞ് വീണ്ടും വീഴുന്ന കാലത്ത് തന്നെ ആയേനെ. അപ്പം ഇപ്പം സമാധാനമായിട്ട് നമ്മളിവിടെ ഇരിക്കുന്നത് നമ്മൾ ഈ ചൂടാക്കുന്നത് വഴിയും കൂടാ. ഇത് തമ്മിലൊരു ബാലൻസ് ഉണ്ട്. പക്ഷേ അടുത്ത ഒരു 15-20 വർഷത്തിനകത്ത് ഇവിടെ ഈ മുറിയിലിരുന്ന് കാര്യം പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്ക് മിക്കവാറും മുക്കത്തിനപ്പുറത്തോട്ടൊക്കെ പോയി താമസിക്കേണ്ടി വരും. നല്ല സാധ്യതയാണ്. മാറി താമസിച്ചാൽ മതി, പേടിക്കേണ്ട ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അല്ലാതെ ഇവിടെ തന്നെ കിടന്ന് താമസിക്കണമെന്ന് എന്താ അത്ര വാശി? ഭൂമിയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നേരത്തെ പണ്ട് ആൾക്കാർ താമസിച്ചിരുന്ന എല്ലാ സ്ഥലവും വെള്ളത്തിനടിയിൽ പോയിട്ടുണ്ട്. ഈ ഐലൻഡുകൾ മുഴുവൻ ഉണ്ടായത് അങ്ങനെയാണ്. ഇവിടുന്ന് നടന്ന് ഓസ്ട്രേലിയക്ക് അടുത്ത് വരെ പോകാൻ പറ്റുമായിരുന്നു. അങ്ങനെയായിരുന്നു പണ്ട് മനുഷ്യർ പോയത്. 45,000 വർഷം മുമ്പ് മനുഷ്യർ ഓസ്ട്രേലിയയിൽ എത്തുന്നത് ആഫ്രിക്കയിൽ നിന്ന് ഇറങ്ങി നടന്ന് നമ്മുടെ ഈ നാട്ടിൽ കൂടെ നടന്നാണ് പോയത്. ഇവിടെ എല്ലാം താമസിക്കുന്നുണ്ട്. നടന്നു പോയെന്ന് പറഞ്ഞാൽ കക്ഷത്ത് ബാഗും വെച്ച് പോയെന്നുള്ള അർത്ഥമല്ല. ഓരോ വർഷം ഒരു 5 കിലോമീറ്റർ ഭക്ഷണം തേടി പോകുന്ന തരത്തിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ ഇന്ന് ബംഗ്ലാദേശ് നമ്മൾ വിളിക്കുന്ന സ്ഥലങ്ങളിലൂടെ നടന്ന് ബർമ്മ വഴി അപ്പുറത്ത് കടന്ന് തായ്ലാൻഡ് വഴി ഇന്തോനേഷ്യ വഴി മലേഷ്യ വഴി പാപ്പാനുഗിനിയെ ചെന്ന് അവിടുന്ന് കാണുന്ന ദൂരത്തിൽ ഓസ്ട്രേലിയ കിടക്കുന്നിടത്ത് ഒരു ചങ്ങാടം കെട്ടി അക്കരെ പോയിട്ട് 45,000 വർഷമായി. ഇപ്പം നമ്മൾ അവിടെ എല്ലാം പോയി നോക്കിയാൽ മുഴുവൻ ഐലൻഡേ ഉള്ളൂ. അത്രയും വെള്ളം പൊങ്ങി. ഈ ശ്രീലങ്കയിലോട്ട് രാമൻ എന്ന് പറയുന്ന കുരങ്ങനുണ്ടാക്കിയ പാലമൊന്നും അല്ലത്. അത് തമ്മിൽ ചേർന്ന് കിടന്നിരുന്ന സ്ഥലമാണ്. വെള്ളം പൊങ്ങി അകന്നു പോയതാണ്. അപ്പം ഇതൊക്കെ നമ്മൾ അറിയണം. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പം ലോകത്തെ എങ്ങനെയാണ് മാറുന്നത് അനുസരിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പരമജ്ഞാനം കിട്ടിയാലൊന്നും നിൽക്കത്തില്ല, വെള്ളം പൊങ്ങും. അപ്പോൾ മാറി താമസിക്കണം. അപ്പോൾ വള്ളം കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങളെന്തിനാണ് പേടിക്കുന്നത്? വള്ളത്തിൽ താമസിച്ചാൽ മതി. വെള്ളം പൊങ്ങിയ വല്ല പ്രശ്നമുണ്ടോ? നമുക്ക് വള്ളത്തിൽ താമസിക്കാൻ പറ്റും, വലിയ വള്ളങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ചങ്ങാടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും,
കടലിനടിയിൽ താമസിക്കാൻ പറ്റുന്നവരാ നമ്മളിന്ന് സ്പേസിൽ പോയി ഒരു നിമിഷം വായുവില്ല, വെള്ളമില്ല, അവിടെ ഒരു കൊല്ലം ജീവിക്കാൻ പറ്റുന്നവരായി നമ്മൾ മാറിയിട്ടുണ്ട്. അത്രയും അറിവുണ്ട് നമുക്ക്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പേടിക്കണമെന്ന്? നമ്മളെല്ലാവരും കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാത്തത്. വെടിയുണ്ട കണ്ടുപിടിക്കുന്നതും ബോംബുണ്ടാക്കാനും കാശ് കളയുന്നത് വഴിയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റാതെ. ഒരു പേടിയും വേണ്ട. നമുക്ക് സഹകരിക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ, ഞാനീ പറയുന്നത് പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. പരസ്പരം അടിക്കുന്നത് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുക. അല്ലാതെ ഈ ഭൂമി തലകുത്തി നിന്ന് അറിഞ്ഞാലൊന്നും ഒരു പേടിയും വേണ്ട. ഇനി മനുഷ്യർ തന്നെയാണ് നമ്മളുണ്ടായിട്ടൊരു 3 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ. ജീവൻ ഒത്തിരി നാളായി, 350 കോടി വർഷമായി. കോടിയാ, ലക്ഷമൊന്നുമല്ല. പേടിക്കണ്ട. ഇയാൾ ചത്തുപോകും, ഞാനും ചത്തുപോകും, ഇനി വെള്ളമൊന്നും പൊങ്ങണ്ട, നമ്മളെല്ലാം ചത്തുപോകും. അപ്പോൾ ഇവിടെ വേറെ ജീവികൾ ജീവിക്കും, ജീവൻ തുടരും, പേടിക്കണ്ട. പിന്നെ നമ്മളെപ്പോലുള്ള മനുഷ്യർ തന്നെ തുടരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ മര്യാദയ്ക്കൊക്കെ പരസ്പരം പെരുമാറിയാൽ പറ്റും. അത്രേ. എല്ലാ സംവാദങ്ങളുടെയും ഏറ്റവും വലിയ പ്രശ്നം സംവാദങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് അത് തീർക്കേണ്ടി വരിക എന്നുള്ളതാണ്. പക്ഷേ സമയം വളരെ വിലപ്പെട്ടതും അപൂർവവുമായ എന്താ പറയുക ഒരിക്കലും തിരിച്ചു കിട്ടാത്തതായതുകൊണ്ട് സമയത്തെ മാനിച്ചുകൊണ്ട് നമുക്കത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ചർച്ചകൾ ഒന്നും അവസാനിക്കുന്നില്ല. ഈ വേദിക്ക് പുറത്തേക്കും ചർച്ചകൾ നീളട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി.